Hi my dear students, welcome back to our Hindi class. Today I am going to start the workbook notes of that lesson Pani Ki Kahani. Okay, all of you take the workbook. First question. लेखक के हाथ पर बूंद किसके समान लग रही थी? बूंद के कितने कण हो गए थे? लेखक के हाथ पर ബൂന്ദ് കിസ്കെ സമാൻ ലഗ് രഹി തി എന്ന് വെച്ചാൽ ലേഖകൻ്റെ കയ്യിൽ ബൂന്ദ് ഡ്രോപ്സ് കിസ്കെ സമാൻ എന്ത് പോലെയാണ് ഇരുന്നത്, എന്ത് പോലെ ഇരുന്നു. ബൂന്ദിക്ക് കിത്തനെ കൺ ഹോഗയെ, ബൂന്ദിന് ഡ്രോപ്സിന് എത്ര കണങ്ങൾ ഉണ്ടായി. ആൻസർ ലേഖകെ ഹാത്ത് പർ ബൂന്ദ് മോത്തിക്ക് സമാൻ. എന്താണ് കിസ്കെ സമാൻ എന്ന് പറഞ്ഞാൽ മോത്തി, മുത്ത് പോലെയാണ് ഇരുന്നത്. മോത്തിക്ക് സമാൻ ലഗ് രഹി തി. ബൂന്ദ് കെ കിത്തനെ കൺ എന്ന് പറഞ്ഞാൽ ബൂന്ദ് കെ ദോ കൺ കേട്ടോ, ബൂന്ദ് കെ ദോ കൺ ഹോഗയെ. नेक्स्ट सेकंड वन, लेखक क्या देखकर आश्चर्यचकित हो गया था? लेखक क्या देखकर आश्चर्यचकित हो गया था? लेखक എന്ത് കണ്ടിട്ടാണ് വളരെയധികം എക്സൈറ്റഡ് ആയത്? To the one question also there. उसकी बूंद लेखक के पास क्यों नहीं टह सकती थी? उसकी बूंद लेखक के पास क्यों नहीं टहर सकती थी? എന്നുവെച്ചാൽ ഓസിൻ്റെ ആ ഡ്രോപ്സ് ലേഖകൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇരിക്കാതിരുന്നത്? लेखक यह देखकर आश्चर्य हो गया था कि बूंद उसकी कलाई पर से सरककर हथेली पर आ गई थी. അതായത് ലേഖകന് എന്ത് കണ്ടപ്പോഴാണ് ആശ്ചര്യം ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ എന്താണ് കൈകളിൽ നിന്ന് ബൂന്ദ് ഉസ്കി കലായി പർസെ സരക്കർ, കലായിൽ എന്താണ് നീങ്ങി എവിടെ എത്തി? ഹത്തേലി പർ ആകെ. അത് കണ്ടിട്ടാണ് ലേഖകൻ ആശ്ചര്യചകിത് ആയത്. നെക്സ്റ്റ് ടു ക്വസ്റ്റ്യൻ, ഓസ്കി ബൂന്ദ് ലേഖക के पास क्यों नहीं टह सकती थी? क्योंकि എന്തുകൊണ്ടാണ് ഓസ്കി ബൂന്ദ് ലേഖക के पास इसलिए नहीं टह सकती थी क्योंकि उसे उठकर वायुमंडल में जाना था. എന്തുകൊണ്ടെന്നാൽ ലേഖകന് എന്തായിരുന്നു ആ വാട്ടർ ഡ്രോപ്സിന് എന്ത് ചെയ്യണമായിരുന്നു? വായുമണ്ഡലത്തിൽ ഉയർന്നു പോകണമായിരുന്നു. അതുകൊണ്ടായിരുന്നു കൈകളിൽ ഇരിക്കാതിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഓസ്കി ബൂന്ദ് ने अपनी जान कैसे बचाई? ഓസ്കി ബൂന്ദിനെ अपनी जान कैसे बचाई? അതായത് വാട്ടർ ഡ്രോപ്സിന് അതിൻ്റെ ജീവൻ എങ്ങനെയാണ് രക്ഷിച്ചത്? ഓസ്കി ബൂന്ദ് ने बेर के पत्ते के लेखक के हाथ पर कूदकर अपनी जान बचाई. അതായത് അതിന് ജീവൻ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബേർ കെ പത്തേസെ, ബേർ ലീവ്സിൻ്റെ ലീവ്സിൽ നിന്ന് ലേഖക കെ ഹാത്ത് പർ, ലേഖകൻ്റെ കൈകളിലോട്ട് കുതുക്കർ, അതായത് ചാടി വീണപ്പോഴാണ് ജീവൻ രക്ഷിച്ചത്. one question also there. सूर्य ओस की बूंद को कौन सी शक्ति प्रदान करता है? സൂര്യൻ ഓസ്കി ബൂന്ദ് വാട്ടർ ഡ്രോപ്സിന് ഏത് തരത്തിലുള്ള ശക്തിയാണ് നൽകിയത്? സൂര്യ ഓസ്കി ബൂന്ദ് കോ ഉട്നെ की शक्ति प्रदान करते हैं. ഉഡ്ന മീൻസ് പറക്കുക, അതായത് ഉയർന്നു പോകാനുള്ള ഒരു ശക്തിയാണ് സൂര്യൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഓസ്കി ബൂന്ദ് ഊപ്പർ ക്യോं नहीं आ पाई? ഓസ്കി ബൂന്ദ് ഊപ്പർ ക്യോं नहीं आ पाई എന്ന് വെച്ചാൽ ഓസിൻ്റെ ഡ്രോപ്സ് മുകളിൽ എത്താൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ക്യോं नहीं, എന്തുകൊണ്ട് എത്താൻ പറ്റിയില്ല? ഉസ്കെ പൂർവജ് കോൻ थे? ആൻസേഴ്സിൽ ആരായിരുന്നു? പൂർവികർ ആരൊക്കെയായിരുന്നു? എന്താണ് നമ്മുടെ ഓസ്കി ബൂന്ദിൻ്റെ പൂർവികർ ആരൊക്കെയായിരുന്നു? ഓസ്കി ബൂന്ദ് इसलिए ऊपर नहीं आ गई क्योंकि എന്തുകൊണ്ടെന്നാൽ बेर के पेड़ की जड़ के रौन ने उसे बलपूर्वक अपनी ओर खींच लिया. अതായത് ഈ ബേറിൻ്റെ പ്ലം ട്രീയുടെ ആ റൂട്ട്സ് എന്ത് ചെയ്തു? വളരെ ശക്തമായിട്ട് വലിച്ച് എടുത്തത് കൊണ്ടാണ് എന്ത് പറ്റിയില്ലത്? മുകളിലോട്ട് പോകാൻ പറ്റാതിരുന്നത്. അതായത് അപ്പോൾ എന്താണ് ഈ ബേറിൻ്റെ ആ റൂട്ട്സ് ഈ ഒരു വെള്ളത്തിനെ, ഈ ഒരു പാനിയുടെ ആ ഡ്രോപ്സിനെ വലിച്ചെടുത്തതിനാൽ അതിന് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. അവരുടെ പൂർവികർ ആരൊക്കെയായിരുന്നു? ഉസ്കെ പൂർവക് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ, അതായത് ഹൈഡ്രജനും ഓക്സിജനുമാണ് ആൻസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പൃഥ്വി സെ ജൽ കണോं को कौन खींच लेते हैं और क्यों? പൃഥ്വി സെ ജൽ കണോं को, അതായത് പൃഥ്വിയിൽ നിന്ന് ജലകണോं को कौन खींच लेते हैं? ആരാണ് ജലകണങ്ങളെ വലിക്കുന്നത്? और क्यों?
ആരൊക്കെയാണ്? പൃഥ്വി സെ ജൽ കണോങ്കെ പേട് പൗധോങ്കെ രോയെ. അതായത് പൃഥ്വിയിൽ നിന്ന് ആ വാട്ടർ ഡ്രോപ്സിന് ആരൊക്കെയാണ് വലിക്കുന്നത്? പേട് പൗധ, അതായത് ട്രീസും പ്ലാന്റ്സും ഒക്കെയാണ് അതിൻ്റെ റൂട്ട്സ് കൊണ്ട് കീഞ്ചിലത്തേക്ക് അതായത് വലിച്ചെടുക്കുന്നത്. ए रोए इन्हीं जलकणों के माध्यम से खनिज तथा अन्य आवश्यक पदार्थ पत्तियों और शाखाओं तक पहुंचाते हैं. അതായത് അവർക്കോ എന്തുകൊണ്ടാണ് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏ റോയെ ഈ റൂട്ട്സ് എല്ലാം എവിടെ എത്തുന്നു? ജൽകണോക്കെ മാധ്യമം സെ ഖനിജ്, അതായത് ജലകണങ്ങൾ മുട്ടുന്നു, അതായത് ഖനിജ് പദാർത്ഥങ്ങളിൽ, അതായത് ഈ റൂട്ട്സ് എന്ന് പറയുന്നത് എർത്തിൽ ടച്ച് ചെയ്തിരിക്കുമല്ലേ, അപ്പോൾ അതിലുള്ള ആവശ്യക പദാർത്ഥവും അതായത് ഈ എന്താണ് ലീവ്സിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം ആവശ്യമുണ്ട്. ഈ വാട്ടറിലൂടെയാണ് നമ്മുടെ ട്രീക്ക് എന്താണ് ജീവൻ നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ഈ ട്രീസ് അതുകൊണ്ടാണ് ഇതിനെല്ലാം വലിച്ചെടുത്തത്. ഓക്കെ, 1 to 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മതി നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ നോ നീഡ്. നെക്സ്റ്റ് വ്യാകരണ പ്രശ്നം നോക്കാം. അതിലെ ഫസ്റ്റ് ബിറ്റ് നമുക്ക് നോക്കാം. व्याकरण प्रश्न. निम्नलिखित वाक्यों में रेखांकित शब्दों को बहुवचन में बदलकर वाक्य पुनर्लिखिए. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സിന്റെ എന്താണ് ബഹുവചന രൂപം എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, इस पहाड़ी की गुफा में जीव रहता है. പഹാടിയുടെ ബഹുവചന രൂപം എഴുതുക. ഇസ് പഹാടി എന്ന് പറയുമ്പോൾ അവിടെ എന്താവുന്നു? ഇസ് പഹാടി എന്ന് പറയുന്ന സംഭവം ഇൻ പഹാഡിയോ എന്നാകുന്നു. ഇസ് എന്നുള്ള ബഹുവചന രൂപം എന്താകുന്നു? ഇൻ. അപ്പോൾ ഇൻ പഹാഡിയോ കി ഗുഫ എന്നുള്ളത് എന്താകുന്നു? ഗുഫ, ഗുഫാവോ മേ, അതായത് ഗുഫാവോ. ഗുഫ എന്നുള്ളത് ഗുഫാവോ. രഹതാ ഹേ എന്നുള്ളത് രഹത്തെ ഹേ എന്നുള്ളത് എന്താവുന്നു? രഹത്തെ ഹേ. അപ്പോൾ ഇസ് പഹാടി എന്നുള്ളത് ഇൻ പഹാഡിയോ കി ഗുഫാവോ മേ जीव रहते हैं. ओके, सेंटेंस മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, इसी स्थान के आसपास दुर्घटना होते बची. इसी दुर्घटना എന്ന് പറയുമ്പോൾ इसी दुर्घटना എന്ന് പറയുന്നത് इसी स्थान के आसपास दुर्घटना होते बची. അതായത് സെക്കൻഡ് വൺ ആണ്. इसी दुर्घटना എന്ന് പറഞ്ഞ അതിൻ്റെ ആൻസർ इसी എന്നുള്ളത് ഇനിയും സ്ഥാനോ इसी स्थान എന്ന് പറയുന്നത് ഇനി സ്ഥാനോ കെ ആസ്പാസ് ദുർഘടന എന്ന് പറയുമ്പോൾ എന്താണ്? ദുർഘടന തന്നെയാണ്. ദുർഘടനയുടെ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ദുർഘടനയുടെ ബഹുവചന രൂപം ദുർഘടന. ഹോത്തെ ബിച്ചി. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, അതിലാണ് ഇസ് ദുർഘടന കേട്ടോ. ഇസ് ദുർഘടന സെ മേരെ കാൻ ഖഡേ ഹോ ഗയേ. ദുർഘടന, ഇവിടുത്തെ ദുർഘടന എന്ന് പറയുമ്പോൾ എന്താകുന്നു? ദുർഘടന ഇൻ ദുർഘടന. ഇസ് ദുർഘടന എന്നുള്ളത് ഇൻ ദുർഘടനാവോ എന്നാകുന്നു. ഓക്കെ, ഇസ് എന്നുള്ളത് ഇന്നാകുന്നു. ദുർഘടനാവോ മേരെ കാൻ ഖഡേ ഹോ ഗയേ थे. फोर्थ वन, ओस की बूंद मेरी हथेली पर आ गई. ओस की बूंदें मेरी हथेली पर आ गई. ओके, അപ്പോൾ ചേഞ്ചസ് ഉണ്ടാകുന്ന ഫസ്റ്റ് സെന്റൻസ് ആൻസർ ഇൻ പഹാഡിയോं की गुफाओं में जीव रहते हैं. नेक्स्ट वन, इन्हीं स्थानों के आसपास दुर्घटना होते बची थी. इन दुर्घटनाओं से मेरे कान खड़े हो गए थे. ओस की बूंदें मेरी हथेली पर आ गई. ओके, നമുക്ക് കുറച്ച് ഇതുണ്ട്, ഗ്രാമർ പോർഷൻസ് കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ ചിൽഡ്രൻ, സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.